ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ലേണിനോ. ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലിമിറ്റ്സ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് എ ഫംഗ്ഷൻ വാല്യൂ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ലെറ്റ് us സ്റ്റാർട്ട്. ആദ്യം തന്നെ ലിമിറ്റ്സ് ഓഫ് ഫംഗ്ഷൻ വാല്യൂസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഓൾറെഡി നമ്മൾ +1 +2 ഇതേപോലെ ലിമിറ്റ്സ്, കണ്ടിന്യൂറ്റി, കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഒന്നുകൂടി ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ ഇപ്പോൾ കിട്ടും. ലിമിറ്റ്സ് ഓഫ് ഫംഗ്ഷൻ വാല്യൂസ്. അപ്പോൾ അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ ബേസിക് ആയിട്ട് നമ്മളൊരു ഫംഗ്ഷൻ f(x) കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇൻ ആൻ ഓപ്പൺ ഇന്റർവെൽ അബൌട്ട് c. ഓക്കെ, ഓപ്പൺ ഇന്റർവെൽ സിയിൽ നമ്മൾ f(x) എന്ന് പറയുന്ന ഫംഗ്ഷനെ കൺസിഡർ ചെയ്യാം. ഇനി ഈ x എന്ന് പറയുന്ന വേരിയബിൾ വെൻ ഇറ്റ് അപ്രോച്ചസ് ദ വാല്യൂ c, the function approaches a specific value അല്ലെങ്കിൽ ഒരു ലിമിറ്റ്, ആ വാല്യൂ ക്യാപിറ്റൽ L എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അതായത് if f(x) is arbitrarily close to the number L for all x other than c itself, അത് സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്യണം. c എന്ന് പറയുന്ന വാല്യൂവിൽ അല്ലാതെ ബാക്കി എല്ലാ എക്സിലും, ഓക്കെ, എക്സ് അതർ ദാൻ സി ആണ് പറയുന്നത്, ബാക്കി എല്ലാ എക്സ് വാല്യൂസിലും f(x) എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ലിമിറ്റ് വാല്യൂ ക്യാപിറ്റൽ എല്ലിലേക്ക് അപ്രോച്ച് ചെയ്യും. Then we say that അതായത് f approaches L as x approaches c. ക്ലിയർ ആയല്ലോ? അപ്പോൾ എക്സ് സി എന്ന് പറയുന്ന വാല്യൂലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ ഫോർ ഓൾ വാല്യൂസ് ഓഫ് എക്സ് ബട്ട് അതർ ദാൻ സി ട്ടോ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതർ ദാൻ സി, സി എന്ന് പറയുന്ന സ്പെസിഫിക് വാല്യൂ എക്സ് ഇക്വൽ ടു സി എന്നല്ലാതെ ബാക്കി എല്ലാ എക്സ് വാല്യൂസിനും എക്സ് എപ്പോഴാണോ സിയിലേക്ക് അപ്രോച്ച് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ f(x)ന്റെ വാല്യൂ ക്യാപിറ്റൽ എൽ എന്ന് പറയുന്ന ഒരു ലിമിറ്റ് വാല്യൂയിലേക്ക് അപ്രോച്ച് ചെയ്യുന്നു. അതാണ് ആക്ച്വൽ ഡെഫിനിഷൻ ഓഫ് ലിമിറ്റ്സ്. ഓക്കെ, അപ്പോൾ ഓൾറെഡി നിങ്ങൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഇതെല്ലാം പഠിച്ചിട്ടുള്ളതായിരിക്കും അല്ലേ. അതായത് എക്സ് ടെൻസ് ടു സി പ്ലസും എക്സ് ടെൻസ് ടു സി മൈനസും, ഇപ്പം ഇതും നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് സി പ്ലസ് എന്ന് പറയുമ്പോൾ റൈറ്റ് ഹാൻഡ് ലിമിറ്റ്, അതായത് ഗ്രേറ്റർ ദാൻ സി വാല്യൂസിൽ, ഓക്കെ, എക്സ് ഗ്രേറ്റർ ദാൻ സി വാല്യൂസിൽ അല്ലെങ്കിൽ ഫ്രം ദ റൈറ്റ് അപ്രോച്ചിങ് ആണ് എക്സ് ടുവേർഡ്സ് സി, അങ്ങനെയാണെങ്കിൽ അതിനെയാണ് ഇതേപോലെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഇനി ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അപ്രോച്ചിങ് ഫ്രം ലെഫ്റ്റ് അല്ലെങ്കിൽ ലെസ് ദാൻ സി വാല്യൂസ്. ഓക്കെ, അപ്പോൾ ആ കേസിൽ f(x) എല്ലിലേക്ക് അപ്രോച്ച് ചെയ്യണം, അതാണ് മീനിങ്. അത് അപ്പോൾ ആ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഉദ്ദേശിക്കുന്നത് വൺ സൈഡഡ് ലിമിറ്റ്സ് ആണ്. ക്ലിയർ ആയോ? ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു വൺ സൈഡ് മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുക, ലെഫ്റ്റ് സൈഡ് അല്ലെങ്കിൽ റൈറ്റ് സൈഡ്. സോ ബേസിക് ഡെഫിനിഷൻ മനസ്സിലായല്ലോ. എക്സ് എന്ന് പറയുന്നത് സി എന്ന് പറയുന്ന പർട്ടിക്കുലർ വാല്യൂലേക്ക് അപ്രോച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിയർ ചെയ്യുക, ഓക്കെ, അതിലേക്ക് ക്ലോസ് ആയിട്ട് വരിക വാല്യൂ. അങ്ങനെയാകുമ്പോൾ f(x)ന്റെ വാല്യൂ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എൽ എന്ന് പറയുന്ന ഒരു വാല്യൂയിലേക്ക് അപ്രോച്ച് ചെയ്യും. അതിനാണ് ലിമിറ്റ് എൽ എന്ന് പറയുന്നത്. സോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 x² - 1/x-1. അതെങ്ങനെ കണ്ടുപിടിക്കാം? ഇപ്പോൾ x² - 1 നമുക്ക് x+1 × x-1 എന്ന് ഇലാബറേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. ഡിനോമിനേറ്ററിൽ ഓൾറെഡി x-1 ഉണ്ട്. സോ ഇത് രണ്ടും ക്യാൻസൽ ചെയ്താൽ നമുക്ക് ന്യൂമറേറ്ററിൽ x+1 കിട്ടും. അപ്പോൾ x+1ൽ ഇനി എക്സിന് ലിമിറ്റ് കൊടുക്കുക. എക്സ് എന്ന് പറയുന്നത് ടെൻസ് ടു 1 ആണ്. സോ എക്സിന് 1 കൊടുക്കുമ്പോൾ 1 + 1 നമുക്ക് ആൻസർ 2 കിട്ടും. അപ്പോൾ ക്യാപിറ്റൽ എൽ, ആ ലിമിറ്റ് വാല്യൂ ഫംഗ്ഷൻ്റെ നമുക്ക് കിട്ടിയത് 2 ആണ്. പക്ഷേ ഒരു കണ്ടീഷൻ എന്താ? ഹിയർ എക്സ് നോട്ട് ഈക്വൽ ടു 1 ആണ്. കാരണം എന്താ? ഇപ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇപ്പോൾ സപ്പോസ് എക്സ് ഈക്വൽ ടു 1 കൊടുത്തു കഴിഞ്ഞാൽ ലിമിറ്റിൻ്റെ വാല്യൂ എന്താ കിട്ടുക? എക്സ് ഈക്വൽ ടു 1 കൊടുത്തു കഴിഞ്ഞാൽ വി ഗെറ്റ് ദ ഇൻഡിറ്റർമിനേറ്റ് ഫോം അല്ലെ, 0/0 ഫോം ആണ് കിട്ടുക. സോ എക്സ് നോട്ട് ഈക്വൽ ടു 1, എക്സ് അതർ ദാൻ 1, അതാണ് നേരത്തെ എക്സ് അതർ ദാൻ സി എന്ന് പറഞ്ഞത്. അപ്പോൾ എക്സ് അതർ ദാൻ ദാറ്റ് പെർട്ടിക്കുലർ സി വാല്യൂ, അപ്പോൾ നമുക്ക് ആ ഫംഗ്ഷൻ്റെ വാല്യൂ അപ്രോച്ച് ചെയ്യുന്നത് 2ലേക്കാണ് വെൻ എക്സ് അപ്രോച്ചസ് സി. അപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പോയിന്റ്സ് നോട്ട് ചെയ്യുക. ഇഫ് എഫ് ഇസ് ദി ഐഡന്റിറ്റി ഫംഗ്ഷൻ f(x) is equal to x, f(x) എന്ന് പറയുന്നത് എക്സ് തന്നെയാണ്. അതായത് എക്സിന് ഏത് വാല്യൂ കൊടുത്താലും ആ സെയിം വാല്യൂ എക്സ്, അത് തന്നെ നമുക്ക് f(x) ആയിട്ട് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫോർ എനി വാല്യൂ ഓഫ് സി
ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എക്സ് തന്നെ വരിക അല്ലെ, വിച്ച് ഇസ് ഈക്വൽ ടു സി. അപ്പോൾ ആക്ച്വലി മീനിങ് എന്താണ്, ഐഡന്റിറ്റി ഫംഗ്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് എക്സിന് ഏത് വാല്യൂ കൊടുത്താലും നമുക്ക് എക്സ് ആണ് കിട്ടുക. സോ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എക്സ് തന്നെയാണ് കിട്ടുക, കാരണം എഫ് ഓഫ് എക്സ് എക്സ് ആണല്ലോ. അപ്പൊ നമ്മൾ എക്സ് എന്ന് പറയുന്നത് സിയിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ ഈ ലിമിറ്റിന്റെ വാല്യൂ എന്തായിരിക്കും, സി ആയിട്ട് കിട്ടും. കാരണം എക്സ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ജസ്റ്റ് എഫ് ഓഫ് എക്സ് എക്സ് ആയിട്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് അല്ലെ. അപ്പൊ നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എക്സ് തന്നെ കിട്ടും. സോ എക്സ് അപ്രോച്ച് സി ആകുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എക്സ് എന്തായിരിക്കും, സി ആയിരിക്കും നമുക്ക് വാല്യൂ കിട്ടും. നെക്സ്റ്റ്, ഇഫ് എഫ് ഓഫ് എക്സ് ഇസ് എ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ, അതായത് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണെന്ന് വിചാരിക്കുക കെ എന്ന് പറയുന്നത്, അങ്ങനെയാണെങ്കിൽ സിയുടെ ഏത് വാല്യൂനും നമ്മുടെ ഈ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്തായിരിക്കും, ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് കെ ആണ് അല്ലെ. അപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞാൽ എക്സിനെ ഡിപ്പെൻഡ് ചെയ്യാത്തത് കൊണ്ട് നമുക്ക് കെ എന്താണ് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ അത് തന്നെയാണ് ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫംഗ്ഷന്റെ വാല്യൂ ആയിട്ട് കിട്ടും. ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിന്റെ ഗ്രാഫ് ആണ് കേട്ടോ, ഇത് രണ്ടും അതിന്റെ ഗ്രാഫാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൺ ബൈ എക്സ് മൈനസ് വൺ എന്ന് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് അത് സെയിം തന്നെ വൈ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൺ, അത് വരച്ചാലും നമുക്ക് ഇതേ സെയിം ഫംഗ്ഷൻ തന്നെയാണ്. രണ്ട് ഗ്രാഫും സെയിം ആണ് കേട്ടോ. വൈ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൺ ബൈ എക്സ് മൈനസ് വൺ ഫസ്റ്റ് ഗ്രാഫ്, സെക്കൻഡ് ഗ്രാഫ് വൈ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൺ. ഓക്കെ, ഇപ്പൊ രണ്ടും സിമിലർ തന്നെയാണ് നമുക്ക് കിട്ടുക. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ് ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ലിമിറ്റ് ഇതേപോലെ LIM ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു എക്സ് സ്ക്വയർ മൈനസ് വൺ ബൈ എക്സ് മൈനസ് വൺ അതിന് നമുക്കിപ്പോൾ എന്താ വാല്യൂ, നമ്മൾ എക്സ് നോട്ട് ഈക്വൽ ടു 1 ആണ് കൊടുക്കേണ്ടത്. കാരണം എക്സ് ഈക്വൽ ടു 1 കൊടുത്തു കഴിഞ്ഞാൽ 0/0 ഫോം ആണ് വരുന്നത്. അത് ഡിനോട്ട് ചെയ്യാനാണ് ഈ പോയിന്റ് ഇങ്ങനെ മാർക്ക് ചെയ്തിരിക്കുന്നത്. മനസ്സിലായല്ലോ. നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫംഗ്ഷന്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്കൊരു പർട്ടിക്കുലർ ലിമിറ്റ് വാല്യൂ കിട്ടും, ബട്ട് ഫോർ ദ വാല്യൂ എക്സ് അതർ ദാൻ സി ആണ്. അതായത് എക്സ് നോട്ട് ഈക്വൽ ടു 1 അങ്ങനെയാണ് വാല്യൂ കിട്ടുക, ലിമിറ്റ് കിട്ടുക. ക്ലിയർ ആയോ? അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തെടുക്കുന്നത്. ഡിഫറൻസ് മനസ്സിലാക്കുക. ഇതേപോലെ തന്നെ y is equal to x plus 1 എന്ന് പറയുന്ന ഫംഗ്ഷൻ ഗ്രാഫ് വരച്ചിട്ടുണ്ട്. അത് നോക്കിയാൽ അറിയാം. അവിടെ ജസ്റ്റ് ഈ ഒരു പോയിന്റ് ഇങ്ങനെ ഡാർക്ക് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് y is equal to, അതായത് എക്സിന് 1 കൊടുക്കുമ്പോൾ y is equal to 2 കിട്ടുന്നത്. ഓക്കെ, ലിമിറ്റ് അപ്ലൈ ചെയ്തതല്ല, ജസ്റ്റ് നോർമലി y is equal to x plus 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നോർമൽ ഗ്രാഫ്. അപ്പൊ ആ ഡിഫറൻസ്, ലിമിറ്റിന്റെ ആ ഡെഫിനിഷൻ മനസ്സിലാക്കുക. നെക്സ്റ്റ് നമ്മൾ ഇതേപോലെ ഐഡന്റിറ്റി ഫംഗ്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഐഡന്റിറ്റി ഫംഗ്ഷനും പിന്നെ കോൺസ്റ്റന്റ് ഫംഗ്ഷനും, അത് രണ്ടിന്റെയും ഗ്രാഫ്സ് ആണ് കേട്ടോ. അതായത് ഇപ്പൊ നോട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് 2 പോയിന്റ്സ് പറഞ്ഞതില്ലേ. അപ്പൊ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് അങ്ങനെ തന്നെയാണെങ്കിൽ ഓക്കെ, അപ്പോൾ y is equal to f of x അല്ല, അതായത് y is equal to x തന്നെയാണ്. ഫസ്റ്റ് കേസ് ഐഡന്റിറ്റി ഫംഗ്ഷൻ, അതിന്റെ കേസിലെ ഗ്രാഫാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ c എന്ന് പറയുന്ന പോയിന്റ് ഓക്കെ, കാരണം നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താ, ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ലിമിറ്റ് f of x when x tends to c, അതായത് f of x എന്ന് പറയുമ്പോൾ ലിമിറ്റ് x തന്നെയാണ് വരിക, x tends to c, that is value c. നമ്മൾ നേരത്തെ പ്രീവിയസ് സ്ലൈഡിൽ പറഞ്ഞു തന്നെ. അപ്പോൾ c ആണ് വാല്യൂ കിട്ടുക. അതാണ് ഇവിടെ ഗ്രാഫിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ആ c വാല്യൂ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ഇനി നമ്മൾ ഐഡന്റിറ്റി ഫംഗ്ഷൻ കഴിഞ്ഞു. ഇനി കോൺസ്റ്റന്റ് ഫംഗ്ഷന്റെ നമ്മൾ പറഞ്ഞു ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ചെയ്ത് കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ k ആണ്. അപ്പോൾ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ വാല്യൂ എന്താണോ അത് തന്നെയാണ് നമുക്ക് ആ ഫംഗ്ഷന്റെ വാല്യൂ ആയിട്ട് കിട്ടുക ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ. ദാറ്റ് ഈസ് കെയുടെ വാല്യൂ എന്താണ് അത് തന്നെയാണ് y ആയിട്ട് കിട്ടുക, എഫ് ഓഫ് എക്സ് ആയിട്ട് കിട്ടുക ഫംഗ്ഷന്റെ വാല്യൂ ആഫ്റ്റർ അപ്ലൈയിങ് ദ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി. ഓക്കെ, കാരണം എക്സ് അവിടെ എഫക്റ്റഡ് അല്ല, സോ കെ എന്താണോ അത് തന്നെയാണ് കിട്ടുക. നെക്സ്റ്റ്, എ ഫംഗ്ഷൻ may not have a limit at a particular point. ഇനിയിപ്പോൾ നമ്മൾ ചില പോയിന്റ്സിൽ, എപ്പോഴും എല്ലാ പോയിന്റ്സിലും ലിമിറ്റ് വാല്യൂ എക്സിസ്റ്റ് ചെയ്യണം എന്നില്ല. അറ്റ് സർട്ടൻ പോയിന്റ്സ് ദ ലിമിറ്റ് വാല്യൂ ഉണ്ടാവില്ല ആ ഫംഗ്ഷന്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ജസ്റ്റ് എക്സാമ്പിൾ നോക്കുക. ഫസ്റ്റ് വൺ തന്നിരിക്കുന്നത് ഒരു യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ആണ് u of x. ഓക്കെ, യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ആണ്. സോ രണ്ട് പോർഷൻസ് നോക്കുക, x ഗ്രേറ്റർ ദാൻ 0 പിന്നെ അതുപോലെ
എക്സ് ലെസ് ദാൻ 0. ഓക്കെ, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, എക്സ് ലെസ് ദാൻ 0. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് വാല്യൂ ആംപ്ലിറ്റ്യൂഡ് ആ മാഗ്നിറ്റ്യൂഡ് വാല്യൂ 1 ആണ്. ആൻഡ് എക്സ് ലെസ് ദാൻ 0യുടെ കേസിൽ ഇവിടെ എക്സ് ആക്സിസിൽ ഡാർക്ക് ആയിട്ട് കാണിച്ചിട്ടുണ്ട് 0 ആണ് വൈയുടെ വാല്യൂ, അതായത് ഫംഗ്ഷന്റെ വാല്യൂ, യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇതേപോലെ എക്സ് ഈക്വൽ ടു 0, അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ചിലപ്പോൾ നമ്മുടെ ഈ ഫംഗ്ഷന് ഇവിടെ വാല്യൂ എക്സിസ്റ്റ് ചെയ്യില്ല. നെക്സ്റ്റ് അതുപോലെ y is equal to 1 by x square. Okay, 1 by x square, x not equal to 0, 0 when x equal to 0. അതിൻ്റെ ഗ്രാഫാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എക്സ് നോട്ട് ഈക്വൽ ടു 0 ആകുമ്പോൾ വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 by x സ്ക്വയറും, അതുപോലെ ഇവിടെ y is equal to 0 ആണ് when x is 0. അത് നോക്കിയാൽ തന്നെ അറിയാം ഗ്രാഫ് അല്ലെ. y is equal to f of x എന്ന് പറയുന്നത് ഇതേപോലെ 0 ആണ് when x is equal to 0. അല്ലാത്ത പക്ഷം x not equal to 0യുടെ കേസിൽ ഇറ്റ് ഇസ് 1 by x square. ഓക്കെ, അപ്പോൾ രണ്ട് പോർഷൻസിലും ഇതേപോലെ ഗ്രാഫ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അറ്റ് ദിസ് സ്പെസിഫിക് പോയിന്റ്സ് ഇതേപോലെ ചിലപ്പോൾ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം എന്നില്ല. എല്ലാ ഫംഗ്ഷൻസിനും ചില പോയിന്റ്സിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം എന്നില്ല. ഇനി ജസ്റ്റ് ലിമിറ്റിന്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ യൂണിറ്റ് സ്റ്റെപ്പിന്റെ കേസ് പറഞ്ഞല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷന് എക്സ് 0യിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ ലിമിറ്റ് ഇല്ല എന്ന് പറയാൻ റീസൺ? ഓക്കെ, അപ്പോൾ അതാണ് എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഗ്രാഫ് ഓൾറെഡി നമ്മൾ നേരത്തെ കണ്ടു. ഓക്കെ, ഈ ഒരു പോയിന്റ് നോട്ട് ചെയ്യാം. എക്സ് ഈക്വൽ ടു 0 എന്നുള്ള പോയിന്റ് നോട്ട് ചെയ്യാം. സോ ഇവിടെ ഈ ഒരു മാഗ്നിറ്റ്യൂഡ് 1 ആണ്. അപ്പോൾ എക്സ് ലെസ് ദാൻ 0യിൽ ഫംഗ്ഷന്റെ വാല്യൂ 0, അതാണ് ഇവിടെ ഡാർക്ക് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ആൻഡ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0യിലും മാഗ്നിറ്റ്യൂഡ് 1 ആണ്. നോക്കിയാൽ അറിയാം എക്സ് ഈക്വൽ ടു 0യിലും മാഗ്നിറ്റ്യൂഡ് 1 ആണ്, ഗ്രേറ്റർ ദാൻ 0യിലും മാഗ്നിറ്റ്യൂഡ് 1 ആണ്. ഇനി എന്തുകൊണ്ടാണ് എക്സ് അപ്രോച്ചസ് 0യിൽ ഒരു സ്പെസിഫിക് ലിമിറ്റ് നമ്മുടെ ഫംഗ്ഷൻ അപ്രോച്ച് ചെയ്യാത്തേ എന്നുള്ളതിന്റെ റീസൺ ആണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഗ്രാഫ് നോക്കിയാൽ തന്നെ മനസ്സിലാവും എക്സ് ഈക്വൽ ടു 0യിൽ ഒരു ജമ്പ് ആണ് നടക്കുന്നത് അല്ലെ. ജമ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫംഗ്ഷൻ ഒരു വാല്യൂന്ന് വേറൊരു വാല്യൂയിലേക്ക് ജമ്പ് ചെയ്യാണ്. മനസ്സിലായോ? അപ്പൊ അത് ഈ ഗ്രാഫ് നോക്കിയാൽ തന്നെ അറിയാം. ഇവിടെ ഇപ്പോൾ 0 എന്നുള്ള വാല്യൂ പിന്നെ ജമ്പ് ചെയ്യുന്നത് എക്സ് ഈക്വൽ ടു 0യിൽ ജമ്പ് ചെയ്യുന്നത് ഇങ്ങോട്ടാ 1ലേക്കാണ്. മനസ്സിലായോ? അപ്പോൾ ആ ഒരു ജമ്പിങ്, ആ ചേഞ്ച് ഇൻ വാല്യൂ പറയുമ്പോൾ നമുക്ക് എങ്ങനെ അത് പറയാൻ പറ്റും ഒരു പെർട്ടിക്കുലർ ലിമിറ്റ് ഉണ്ടെന്ന്? ഇപ്പോൾ എക്സ്പ്ലനേഷൻ പറഞ്ഞുതരാം. അതായത് യു ഓഫ് എക്സ് ഹാസ് നോ ലിമിറ്റ് ആസ് എക്സ് ടെൻസ് ടു 0 ബിക്കോസ് ഇറ്റ്സ് വാല്യൂ ജംപ് അറ്റ് എക്സ് ഈക്വൽ ടു 0. അതിപ്പോൾ നമ്മൾ പറഞ്ഞു. ഫോർ നെഗറ്റീവ് വാല്യൂസ് ഓഫ് എക്സ് ആർബിട്രറി ക്ലോസ് ടു 0 യു ഓഫ് എക്സ് ഇസ് 0. ശരിയല്ലേ? അതായത് ഇപ്പോൾ ലെഫ്റ്റ് സൈഡ് എടുക്കുകയാണെങ്കിൽ നെഗറ്റീവ് വാല്യൂസ് ഓഫ് എക്സ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ യു ഓഫ് എക്സിന്റെ വാല്യൂ എന്താ? 0 ആണ് അല്ലെ. അപ്പോൾ ശരിക്കും നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഒക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അപ്രോച്ചിങ് ഫ്രം ലെഫ്റ്റും അപ്രോച്ചിങ് ഫ്രം റൈറ്റും ഡിഫറെൻ്റ് ആയിട്ടുള്ള വാല്യൂസ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല എന്ന് ഉറപ്പായിട്ട് പറയാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സപ്പോസ് ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ നെഗറ്റീവ് അപ്രോച്ച് ചെയ്യാം. അതായത് നെഗറ്റീവ് വാല്യൂസ് ഓഫ് എക്സിൽ ഇവിടെ അപ്രോച്ചസ് ടു 0, എക്സിന്റെ വാല്യൂ അപ്രോച്ചസ് ടു 0 വരുമ്പോൾ യു ഓഫ് എക്സിന്റെ വാല്യൂ 0 ആണ്. മനസ്സിലായല്ലോ? ഇനി അതർ സൈഡ് കൺസിഡർ ചെയ്യാം. അതായത് പോസിറ്റീവ്. ഫോർ പോസിറ്റീവ് വാല്യൂസ് ഓഫ് എക്സ് ആർബിട്രറിലി ക്ലോസ് ടു 0 അവിടെ യു ഓഫ് എക്സിന്റെ വാല്യൂ എന്താ? അതർ സൈഡ് എന്ന് പറയുമ്പോൾ ഓക്കെ, അതർ സൈഡ് എന്ന് പറയുമ്പോൾ ഇതേപോലെ ഇതാണ് ഇപ്പോൾ നമ്മൾ നെഗറ്റീവ് സൈഡിൽ നിന്ന് എക്സ് അപ്രോച്ചസ് ടു 0 വന്നപ്പോൾ നമുക്ക് യു ഓഫ് എക്സിന്റെ വാല്യൂ 0 ആണ്. ഇനി അതർ സൈഡ് എന്ന് പറയുമ്പോൾ എക്സ് അപ്രോച്ചസ് ടു 0 ഇതുപോലെ റൈറ്റ് സൈഡിൽ നിന്ന് എക്സ് അപ്രോച്ചസ് ടു 0 നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ വാല്യൂ എന്താ? 1 ആണ്. മനസ്സിലായോ? അപ്പോൾ അപ്രോച്ചിങ് ടു ദ സെയിം വാല്യൂ ആണ്. അതായത് ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്നാണെങ്കിലും റൈറ്റ് സൈഡിൽ നിന്നാണെങ്കിലും നെഗറ്റീവ് വാല്യൂസ് എന്നാണെങ്കിലും പോസിറ്റീവ് വാല്യൂസ് എന്നാണെങ്കിലും എക്സ് അപ്രോച്ച് ചെയ്യുന്നത് ഒറ്റൊരു ലിമിറ്റിലേക്കാണ്, 0 എന്ന് പറയുന്ന വാല്യൂലേക്കാണ്. പക്ഷേ ലിമിറ്റ് മീൻസ് ആ ഒരു വാല്യൂ 0 എന്ന് പറയുന്ന വാല്യൂ
അപ്പോൾ അതിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ പക്ഷെ നമ്മുടെ ഫംഗ്ഷന്റെ വാല്യൂ എന്താ, ഒരു പെർട്ടിക്കുലർ എൽ വാല്യൂയിലേക്കാണോ അപ്രോച്ച് ചെയ്യുന്നത്? അല്ല അല്ലെ, പകരം അവിടെ ജമ്പിങ് ഓഫ് വാല്യൂ ആണ് ഉണ്ടാവുന്നത്. എല്ലിലേക്ക് ഒരു പെർട്ടിക്കുലർ എൽ എന്ന് പറയുന്ന വാല്യൂയിലേക്ക് അത് എത്തുന്നില്ല, പകരം 0 to 1 ഒരു ജമ്പിങ് ആണ് നടക്കുന്നത്. സോ നമുക്ക് പറയാൻ പറ്റും x ഈക്വൽ ടു 0 അല്ലെങ്കിൽ x ടെൻസ് ടു 0 നമ്മുടെ ഫംഗ്ഷന് ഒരു സിംഗിൾ വാല്യൂ ലിമിറ്റ് ഇല്ല. ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ സെക്കൻഡ് ഫംഗ്ഷൻ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു g of x equal to 1 by x square അല്ലെ. അത് x not equal to 0 1 by x square x equal to 0 0. സോ അതിന്റെ ഗ്രാഫ് വന്നത് g of x അല്ലേ, g of x ഇവിടെ x ന്റെ വാല്യൂസ്. അപ്പോൾ g of x എന്ന് പറയുന്നത് it also does not have x tends to 0 ഒരു particular limit value അല്ലെ. x 0ലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ലിമിറ്റ് വാല്യൂ l എന്ന് പറയുന്നതിലേക്ക് അപ്രോച്ച് ചെയ്യുന്നില്ല. കാരണം എന്താ? Because the value of g grow arbitrarily large as x tends to 0 and therefore do not stay close to any fixed real number. മനസ്സിലായല്ലോ? ഇത് രണ്ട് സൈഡ് നിങ്ങൾക്ക് എടുത്തു നോക്കിയാലും അറിയാം. ഇതേപോലെ ഈ ഫംഗ്ഷന്റെ വാല്യൂ എന്ന് പറയുന്നത് കണ്ടോ, x approaches to 0 ആവുമ്പോൾ എന്താ സംഭവിക്കണേ? ഈ ഫംഗ്ഷന്റെ വാല്യൂ അങ്ങനെ ആർബിട്രറിലി ലാർജ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്, മാഗ്നിറ്റ്യൂഡ് അത്രയും ഇൻക്രീസ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു സ്പെസിഫിക് വാല്യൂയിലേക്ക് ലിമിറ്റിലേക്ക് അത് എത്തുന്നില്ല. ക്ലിയർ ആയല്ലോ? അതുകൊണ്ടാണ് x ഈക്വൽ ടു 0 ട്ടോ, അത് ശ്രദ്ധിക്കണം. x ഈക്വൽ ടു 0ലേക്ക് അപ്പോൾ ഒരിക്കലും നമ്മളൊരു ലിമിറ്റ് വാല്യൂയിലേക്ക് ആ ഫംഗ്ഷൻ എത്തുന്നില്ല. സോ x ഈക്വൽ ടു 0 അതിനൊരു പെർട്ടിക്കുലർ ലിമിറ്റ് ഇല്ല. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് f of x is equal to 0 when x is less than equal to 0 and sin 1 by x for x greater than 0. അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഓസിലേറ്റ് ചെയ്യും ഒരുപാട്. ഓസിലേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അതൊരിക്കലും സ്റ്റേബിൾ അല്ല, ഇറ്റ് കീപ്സ് ഓൺ ചേഞ്ചിങ് അല്ലെ. അതും ടു മച്ച് ഓസിലേഷൻസ് ആണ് ഇവിടെ ഉണ്ടാവുക. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ലിമിറ്റിൽ, അതായത് എക്സ് ടെൻസ് ടു 0 എന്തായാലും നമ്മുടെ ഫംഗ്ഷൻ ഒരു സ്പെസിഫിക് ലിമിറ്റ് ഇല്ല. കാരണം നമ്മുടെ ഫംഗ്ഷന്റെ വാല്യൂ എന്ന് പറയുന്നത് +1 ഉം -1 ഇടയിലും ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും, ഓസിലേറ്ററി ആയിക്കൊണ്ടേയിരിക്കും. സൈനിന്റെ sin 1/x ആ വാല്യൂസ് ആണ് പറയുന്നത്. അപ്പോൾ എക്സ് ടെൻസ് ടു 0 എക്സ് 0ലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മുടെ sin 1/x ആ ഫംഗ്ഷന്റെ വാല്യൂ ഇറ്റ് കീപ്സ് ഓൺ ഓസിലേറ്റിംഗ് ബിറ്റ്വീൻ +1 and -1 in every open interval containing 0. അതുകൊണ്ട് the value does not stay close to any single number, അതായത് ഒരു സ്പെസിഫിക് ലിമിറ്റ് വാല്യൂയിലേക്ക് ഒരിക്കലും ഫംഗ്ഷൻ അപ്രോച്ച് ചെയ്യുന്നില്ല ആസ് x tends to 0. അപ്പോൾ x tends to 0 അതിനൊരു സ്പെസിഫിക് ലിമിറ്റ് ഇല്ല. ക്ലിയർ ആയല്ലോ? അപ്പം ഇങ്ങനെയാണ് ലിമിറ്റ്സ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഓരോ ഫംഗ്ഷൻസിന്റെ. നെക്സ്റ്റ് നമ്മൾ ലിമിറ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ലോസ് ഉണ്ട്, നമുക്ക് നോക്കാം. അതായത് if L, M, C and K are real numbers and limit x tends to c f of x is equal to L and limit x tends to c g of x is equal to M, then സോ നമ്മൾ രണ്ട് ലിമിറ്റ് വാല്യൂസ് പറയുന്നുണ്ട്. അതായത് ലിമിറ്റ് x tends to c f of x ആണെങ്കിൽ അതിന്റെ വാല്യൂ L ആണ്. സിമിലർലി ലിമിറ്റ് x tends to c g of x ന്റെ വാല്യൂ M ആണ്. ഓക്കെ, അപ്പോൾ L ഉം M ഉം കൺസിഡർ ചെയ്യാം. പിന്നെ C യും K യും ഇതെല്ലാം റിയൽ നമ്പേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇനി ലിമിറ്റ് ലോസ് പറയാൻ പോവാണ്. ഫസ്റ്റ് വൺ, സം റൂൾ അല്ലെങ്കിൽ റൂൾ ഓർ ലോ. ലിമിറ്റ് x tends to c f of x plus g of x is equal to L plus M. ഒന്നുമില്ല, ജസ്റ്റ് ആ ലിമിറ്റിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം ഇൻഡിവിജ്വലി. അപ്പോൾ ലിമിറ്റ് x tends to c f of x എന്താ L ആണ്, ലിമിറ്റ് x tends to c g of x M ആണ്, അപ്പോൾ L plus M. നെക്സ്റ്റ് വൺ ഡിഫറൻസ് റൂൾ ആണ്. സെയിം, സിമിലർ ആയിട്ട് പ്ലസിന് പകരം മൈനസ് വരും. ഓക്കെ, അപ്പോൾ ലിമിറ്റ് x tends to c f of x L കിട്ടി, മൈനസ് ലിമിറ്റ് x tends to c g of x M. സോ വി ഗെറ്റ് L minus M. നെക്സ്റ്റ് വൺ, കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ റൂൾ. കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫംഗ്ഷനെ ഒരു കോൺസ്റ്റന്റ് വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, എന്നിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. സോ ലിമിറ്റ് x tends to c k into f of x എന്ന് പറയുന്നത് എന്താ, കെനെ നമ്മൾ ഒരിക്കലും ആ ലിമിറ്റ് ബാധിക്കുന്നില്ല, കാരണം k ജസ്റ്റ് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. സോ ആസ് ഓൾവേസ് നമ്മൾ അതിനെ ഔട്ട്സൈഡ് കൺസിഡർ ചെയ്യുക, k എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം ഇൻറ്റു ദെൻ ഏതിനാണ് എഫക്ട് ചെയ്യുന്നത് ആ ലിമിറ്റ് അതിനെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ലിമിറ്റ് x tends to c f of x L ആണ്, സോ k into L.
നെക്സ്റ്റ് വൺ പ്രോഡക്റ്റ് റൂൾ. രണ്ട് ഫംഗ്ഷൻസിൻ്റെ പ്രോഡക്റ്റ് ലിമിറ്റ് ഇതേപോലെ തന്നെ ഇൻഡിവിജ്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു സി ജി ഓഫ് എക്സ്, അതായത് എൽ ഇൻറ്റു എം. സിമിലർലി കോഷ്യൻ റൂള് ഡിവൈഡഡ് ബൈ ഫോം വരും. അപ്പോൾ ഇൻഡിവിജ്വലി ഇതേപോലെ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. അപ്പോൾ എൽ ബൈ എം കിട്ടും, പ്രൊവൈഡഡ് എം മസ്റ്റ് നോട്ട് ബി ഈക്വൽ ടു 0. ഓക്കെ, എപ്പോഴും ഈ കോഷ്യൻ ഫ്രാക്ഷൻസ് എല്ലാത്തിലും നമ്മൾ പറയുന്നത് ഡിനോമിനേറ്റർ ഒരിക്കലും 0 ആവാൻ പാടില്ല, എങ്കിൽ മാത്രമേ അത് എക്സിസ്റ്റ് ചെയ്യുള്ളൂ അല്ലേ. നെക്സ്റ്റ് വൺ പവർ റൂളാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് റേസ് ടു എൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് എന്താ എൽ ആണ്, അപ്പോൾ അത് റേസ് ടു എൻ. ആ സെയിം ആ പവർ അങ്ങനെ തന്നെ ക്യാരി ഓവർ ചെയ്യുക. എൽ എന്ന് പറയുന്നത് ലിമിറ്റ് വാല്യൂ, വെറാസ് എൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആണ്. ഓക്കെ, അത് ശ്രദ്ധിക്കണം, എൻ പോസിറ്റീവ് ഇൻറ്റിജർ ആണ്. നെക്സ്റ്റ് വൺ റൂട്ട് റൂൾ, അതായത് nth റൂട്ട് ഫംഗ്ഷൻ്റെ വന്നു കഴിഞ്ഞിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഈ nth റൂട്ട് ഓഫ് എൽ ഉദ്ദേശിക്കുന്നത് എൽ റേസ് ടു 1/n ആണ്. ഇപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് എൽ എന്ന് പറയുന്നത് എൽ റേസ് ടു 1/2 ആണ്. ക്യൂബ് റൂട്ട് എന്ന് പറയുന്നത് എൽ റേസ് ടു 1/3 ആൻഡ് ഇറ്റ് ഗോസ് ആണ്. അപ്പോൾ റൂട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് പവർ ആണ്. 1 ഡിവൈഡഡ് ബൈ ഓക്കെ പവർ ആണ് വരുന്നത്. സോ nth റൂട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സിന് ലിമിറ്റ് കൊടുക്കുക, അപ്പോൾ എൽ കിട്ടും. ഇനി അതിൻ്റെ nth റൂട്ടായിട്ട് എഴുതാം. ഓക്കെ, നേരത്തെ n പവർ ചെയ്ത പോലെ തന്നെ ഇവിടെ nth റൂട്ടായിട്ട് തന്നെ എഴുതാം. സോ ദാറ്റ് ഇസ് എൽ റേസ് ടു 1/n. ഇനി സപ്പോസ് n എന്ന് പറയുന്നത് ഒരു ഈവൺ വാല്യൂ ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്യും എഫ് ഓഫ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ എക്സ് ഇൻ എ ഇന്റർവൽ കണ്ടെയ്നിങ് സി. അതായത് n എന്ന് പറയുന്നത് ഒരു ഈവൺ വാല്യൂ ആണെങ്കിൽ നമ്മുടെ ഫംഗ്ഷൻ്റെ വാല്യൂ എക്സ്, അതായത് എക്സിൽ എക്സ് എന്ന് പറയുന്നത് ഇൻക്ലൂഡഡ് ഇൻ ആൻ ഇന്റർവൽ കണ്ടെയ്നിങ് സി ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ നമ്മൾ അസ്യൂം ചെയ്യുക ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെന്നുള്ളത്, ഏത് 0 ഓർ പോസിറ്റീവ് വാല്യൂ ആണെന്ന് അസ്യൂം ചെയ്യും. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് ഡിസ്കസ് ചെയ്യാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എക്സ് ക്യൂബ് പ്ലസ് 4x² മൈനസ് 3. ഓക്കെ, ഇപ്പം നമ്മൾ ഇത്രയും ലോസ് ഒക്കെ പഠിച്ചില്ലേ, അപ്പോൾ ഏതൊക്കെയാണ് നെസസറി ആയിട്ടുള്ള ലോസ്, അത് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ അഡീഷൻ ആണ്, സോ ജസ്റ്റ് അപ്ലൈ ദ ഇൻഡിവിജ്വൽ ലിമിറ്റ്സ്. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എക്സ് ക്യൂബ് പ്ലസ് 4x² മൈനസ് 3. ഇവിടെ കോൺസ്റ്റന്റ് വാല്യൂ ആണ്, നമുക്ക് 3 തന്നെ കിട്ടും. ഇനി ഇവിടെ എക്സിന് സി കൊടുക്കുക. Again here x replaced by c. അപ്പോൾ നമുക്ക് വാല്യൂ എന്ത് കിട്ടുക, സി ക്യൂബ് പ്ലസ് 4c² മൈനസ് 3. കോൺസ്റ്റന്റ് വാല്യൂസ് എല്ലാം ആസ് യൂഷ്വൽ മാറ്റി എഴുതാം. ഓക്കെ, ലിമിറ്റ് എക്സ് ടെൻസ് ടു മൈനസ് 2 സ്ക്വയർ റൂട്ട് ഓഫ് 4x² പ്ലസ് 3. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 4x² പ്ലസ് 3 ആണ്, റൂട്ടിൻ്റെ ഉള്ളിലാണ് ടേം. അപ്പോൾ ഈ ലിമിറ്റ് റൂട്ടിൻ്റെ ഉള്ളിൽ എഴുതാം. ക്ലിയർ ആയല്ലോ, കാരണം സ്ക്വയർ റൂട്ടിൻ്റെ ഉള്ളിലാണ് നമ്മുടെ എക്സ് ടേം വരുന്നത്, എക്സ്പ്രഷൻ വരുന്നത്. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു മൈനസ് 2 4x² പ്ലസ് 3. അഗെയിൻ ഇത് സ്പ്ലിറ്റ് ചെയ്യാം, ഇത് സ്ക്വയർ റൂട്ടിൻ്റെ ഉള്ളിലാണ്, അപ്പോൾ ഓരോ ടേംസ് ഇൻഡിവിജ്വൽ സ്പ്ലിറ്റ് ചെയ്യാം ലിമിറ്റ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു മൈനസ് 2 4x² പ്ലസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു മൈനസ് 2 3. ഇതിൻ്റെ വാല്യൂ നമുക്കറിയാം, കോൺസ്റ്റന്റ് വാല്യൂ 3 തന്നെ കിട്ടും. ദിസ് വൺ റീപ്ലേസ് എക്സ് ബൈ മൈനസ് 2, അപ്പോൾ 4 ഇൻറ്റു മൈനസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് 3. മനസ്സിലായല്ലോ, ഇത് 4 ഇൻറ്റു 4 പ്ലസ് 3 ദാറ്റ് ഇസ് 16 പ്ലസ് 3 19. അപ്പോൾ സ്ക്വയർ റൂട്ടിൻ്റെ ഉള്ളിലാണ്, ദാറ്റ് ഇസ് റൂട്ട് 19 ആണ് ആൻസർ. നെക്സ്റ്റ് നമ്മൾ ലിമിറ്റ്സ് പറയുമ്പോൾ പോളിനോമിയൽസിൻ്റെയും റാഷണൽ ഫംഗ്ഷൻസിൻ്റെയും ഇന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ലിമിറ്റ്സ് ഓഫ് പോളിനോമിയൽസ്. ഇഫ് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു an x raised to n plus an minus 1 x raised to n minus 1 plus etc plus a naught. ഓക്കെ, നമ്മൾ സാധാരണ പോളിനോമിയൽ ഫംഗ്ഷൻസ് ഡിഫൈൻ ചെയ്യുന്ന ജനറൽ എക്സ്പാൻഷൻ ആണിത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പോളിനോമിയലിന് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി പി ഓഫ് എക്സ് വരും അല്ലെ, വിച്ച് ഇസ് പി ഓഫ് സി. എക്സിന് അപ്രോച്ചസ് ചെയ്യുകയാണെങ്കിൽ പി ഓഫ് സി കിട്ടും. ഇനി അതിനെന്ത് ചെയ്യണം, റീപ്ലേസ് ഓൾ എക്സ് ബൈ സി, അത്രയേ ഉള്ളൂ. an c raised to n plus an minus 1 c raised to n minus 1 plus etc plus a naught. ക്ലിയർ ആയല്ലോ. അതേപോലെ റാഷണൽ നമ്പേഴ്സ്, സപ്പോസ് പി ഓഫ് എക്സും ക്യൂ ഓഫ് എക്സും പോളിനോമിയൽസ് ആണ്. നമ്മൾ സാധാരണ റാഷണൽ നമ്പേഴ്സ് എങ്ങനെയാ പറയാം, പി ബൈ ക്യൂ ഫോം ഒക്കെ പറയാറില്ലേ. അപ്പോൾ അതിൽ പിയും ക്യൂ എന്താണ്, ഇതേപോലെ പോളിനോമിയൽസ് ആണ്. അപ്പോൾ പി ബൈ ക്യൂ ഫോം എന്ന് പറയുന്നത് റാഷണൽ ഫംഗ്ഷനായി. അപ്പോൾ പ്രൊവൈഡഡ് ഈ ക്യൂ എന്ന് പറയുന്നത് ഇറ്റ് മസ്റ്റ് നോട്ട് ബി ഈക്വൽ ടു 0, അത് ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി ഈ റാഷണൽ ഫംഗ്ഷനിൽ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു സി പി ഓഫ് എക്സ് ബൈ ക്യൂ ഓഫ് എക്സ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇൻഡിവിജ്വലി, ഇപ്പോൾ നമ്മൾ നേരത്തെ കോഷ്യൻ റൂൾ പഠിച്ചില്ലേ, ഇൻഡിവിജ്വലി ഈ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി പി ഓഫ് എക്സ് എന്താ, പി ഓഫ് സി.
ലിമിറ്റ് എക്സ് ടെൻസ് ടു സി ക്യൂ ഓഫ് എക്സ് എന്താ ക്യൂ ഓഫ് സി. അപ്പോൾ വി ഗെറ്റ് പി ഓഫ് സി ബൈ ക്യൂ ഓഫ് സി. നെക്സ്റ്റ് നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഇവാലുവേറ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു -1 എക്സ് ക്യൂ പ്ലസ് 4x² -3 ബൈ x² പ്ലസ് 5. അപ്പോൾ ഇതൊരു റാഷണൽ ഫംഗ്ഷൻ ഫോമിലാണ്. എന്ത് ചെയ്യണം? ഇൻഡിവിജ്വലി ലിമിറ്റ് അപ്ലൈ ചെയ്യാം ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും. അപ്പോൾ എക്സിന് -1 ആയിട്ട് റീപ്ലേസ് ചെയ്യാം. -1 ഹോൾ ക്യൂബ് പ്ലസ് 4 × -1 ഹോൾ സ്ക്വയർ -3 ഡിവൈഡഡ് ബൈ -1 ഹോൾ സ്ക്വയർ പ്ലസ് 5 വിച്ച് ഇസ് 0/6 വിച്ച് ഇസ് ഈക്വൽ ടു 0. ഓക്കെ, ലിമിറ്റ് ചില കേസസിൽ നമുക്ക് 0 ആയിട്ടും കിട്ടും. നെക്സ്റ്റ് ഇതേപോലെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 x² പ്ലസ് x - 2 ബൈ x² മൈനസ് എക്സ്. ഇത് നോക്കിയാൽ തന്നെ അറിയാം നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും. ഇവിടെ ഡിനോമിനേറ്ററിൽ എക്സ് ഔട്ട്സൈഡ് എടുത്താൽ x - 1 കിട്ടും. അപ്പോൾ ന്യൂമറേറ്ററിൽ x - 1 ടേം പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് അങ്ങനെ ഒരു ഫാക്ടർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ x² പ്ലസ് x - 2 ക്യാൻ ബി ഫാക്ടറൈസ്ഡ് ആസ് x - 1 ഇൻറ്റു x പ്ലസ് 2. ഇത് നിങ്ങൾക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയാലും യു വിൽ ഗെറ്റ് ദ സെയിം. സോ എപ്പോഴും ഇതേപോലെ ക്യാൻസൽ ചെയ്യാനുള്ള ടേംസ് ഉണ്ടോ എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ സിംപ്ലിഫൈ ചെയ്തിട്ട് നിങ്ങൾ ഫൈനലി ലിമിറ്റ് അപ്ലൈ ചെയ്യും. അപ്പോൾ ഇവിടെ x - 1 ഉം x - 1 ഉം ക്യാൻസൽ ആയി. അപ്പോൾ x പ്ലസ് 2 ബൈ എക്സ് മാത്രം കിട്ടും. അതിൽ എക്സിന് 1 കൊടുക്കാം. 1 പ്ലസ് 2 ബൈ 1 വി ഗെറ്റ് ദ ലിമിറ്റ് വാല്യൂ ആസ് 3. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് വൺ, സം ഇമ്പോർട്ടൻറ്റ് ലിമിറ്റ്സ്. ഓക്കെ, ഇതും നമുക്ക് ജസ്റ്റ് ഓൾറെഡി നമ്മൾ ബേസിക്സ് ഒക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിൻ്റെ പ്രൂഫ്സും കാര്യങ്ങളൊക്കെ എല്ലാമേ പ്രൂവ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ നമുക്ക് ഈ ലിമിറ്റ്സ് വളരെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലിമിറ്റ്സ് ആണ്. അത് എപ്പോൾ വേണമെങ്കിലും അപ്ലൈ ചെയ്യേണ്ട ആവശ്യം വരും. സോ തീർച്ചയായിട്ടും അത് പഠിക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ്, അതിൻ്റെ വാല്യൂ 0 ആണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 കോസ് എക്സ് ഇസ് 1. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ്, ഇതേ ആംഗിൾ തന്നെ, ഇസ് ഈക്വൽ ടു 1. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 അഗെയിൻ ടാൻ എക്സ് ബൈ എക്സ്, ദാറ്റ് ഇസ് ഓൾസോ ഈക്വൽ ടു 1. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ടാൻ എക്സ് ബൈ എക്സ് ഈക്വൽ ടു 1. സെയിം, റിപ്പീറ്റഡ് ആയിട്ട് വന്നതാണ്, സെയിം തന്നെ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇ റേസ് ടു എക്സ് മൈനസ് 1 ബൈ എക്സ് ഇസ് ഈക്വൽ ടു 1. ഇ റേസ് ടു എക്സ് മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ്, ഈ ഇയുടെ പവർ സെയിം തന്നെയാണ് ഡിനോമിനേറ്ററിൽ വരേണ്ടത്. അപ്പോൾ എപ്പോഴും ലിമിറ്റ് അപ്ലൈ ചെയ്യണതിന് മുന്നേ ഈ ഐഡന്റിറ്റീസ് അപ്ലൈ ചെയ്യാനായിട്ട് മുന്നേ നന്നായി ആലോചിക്കുക. കറക്റ്റ് ഈ ഫോമിൽ, ഈ സ്റ്റാൻഡേർഡ് ഫോമിൽ തന്നെയാണോ വന്നിരിക്കണേ എന്നുള്ളത്. കാരണം ഈ പവേഴ്സ് എന്തെങ്കിലും വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കത് ഇതേപോലെ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് വൺ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 പ്ലസ് എക്സ് റേസ് ടു 1 ബൈ എക്സ് ഇസ് ഈക്വൽ ടു ഇ. Limit x tends to 0 a raised to x minus 1 by x is equal to natural log of a, where a is positive greater than 0. Limit x tends to a x raised to n minus a raised to n by x minus a. ശ്രദ്ധിക്കുക, ഈ ബേസിന്റെ ഡിഫറൻസ് തന്നെ ഇവിടെ വന്നിരിക്കണം. Is equal to n into a raised to n minus 1, where n is a positive integer. Next one, limit x tends to infinity 1 plus a by x raised to x. അതായത് ഡിനോമിനേറ്റർ തന്നെ ഇവിടെ പവർ ആയിട്ട് വരും. ഇറ്റ് ഈസ് ഗിവൺ ബൈ ഇ റേസ് ടു എ. ശ്രദ്ധിക്കേണ്ടത് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ആണ്. ലിമിറ്റ്സ് ആലോചിക്കുക. എക്സ് ടെൻസ് ടു 1 ആണോ 0 ആണോ ഇൻഫിനിറ്റി ആണോ നന്നായി ഓർത്ത് പഠിക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1 പ്ലസ് 1 ബൈ എക്സ് റേസ് ടു എക്സ് ഇസ് ഈക്വൽ ടു ഇ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ലോഗ് ഓഫ് 1 പ്ലസ് എക്സ് ടു ദ ബേസ് എ ഡിവൈഡഡ് ബൈ എക്സ് റേസ് ടു എൻ ഇസ് ഈക്വൽ ടു ലോഗ് ഇ ടു ദ ബേസ് എ. ക്ലിയർ ആയല്ലോ? ഈ ഒരു ഫോം പഠിച്ചു വയ്ക്കുക. log of 1 plus x to the base a by x raised to m is equal to log e to the base a, where a is positive and it must not be equal to 1. a എന്ന് പറയുന്നത് 1 ആവാൻ പാടില്ല. ലാസ്റ്റ് വൺ, ലിമിറ്റ് x tends to 0 log of 1 plus x by x is equal to 1. log of 1 plus x whole by x is equal to 1. നെക്സ്റ്റ് ടോപ്പിക് ആണ് കണ്ടിന്യൂറ്റി. അഗെയിൻ ഇതിൻ്റെ ബേസിക്സ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. എ ഫംഗ്ഷൻ ഇസ് സെഡ് ടു ബി കണ്ടിന്യൂസ് അറ്റ് എ പോയിന്റ്. ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഒരു ഫംഗ്ഷൻ്റെ കണ്ടിന്യൂറ്റി അതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇഫ് ഇറ്റ് ഡസ് നോട്ട് ഹാവ് എനി ഡിസ്റപ്ഷൻസ് ഓർ ഡിസ്കണ്ടിന്യൂറ്റീസ് അറ്റ് ദാറ്റ് സ്പെസിഫിക് പോയിന്റ്. അപ്പോൾ നോർമലി ഒരു ഫംഗ്ഷൻ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ എപ്പോഴാണ് നമ്മൾ കണ്ടിന്യൂസ് ആണെന്ന് പറയാൻ പറ്റുന്നത്? വെൻ ഇറ്റ് ഡസ് നോട്ട് ഫേസ് ഓർ ഇറ്റ് ഡസ് നോട്ട് ഹാവ് എനി ഡിസ്റപ്ഷൻസ് ഓർ ഡിസ്കണ്ടിന്യൂറ്റീസ്. ഇപ്പോൾ നേരത്തെ നമ്മൾ യൂണിറ്റ് ഫംഗ്ഷൻ്റെ കേസ് നോക്കിയപ്പോൾ തന്നെ മനസ്സിലായി നിങ്ങൾക്ക്, വാല്യൂ ജമ്പ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഇതേപോലെ ഡിസ്കണ്ടിന്യൂറ്റീസോ ഡിസ്റപ്ഷൻസോ ഉണ്ടാവാൻ പാടില്ല.
ഓക്കെ, എങ്കിൽ മാത്രമേ ആ ഫംഗ്ഷൻ ആ പെർട്ടിക്കുലർ പോയിന്റിൽ കണ്ടിന്യൂസ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ചേഞ്ച് ഇൻ വാല്യൂ അതൊന്നും ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, let C be a real number that is either an interior point or an end point of an interval in the domain of f. f എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, ആ ഫംഗ്ഷന് ഡൊമെയിൻ ഉണ്ടാവല്ലോ. ഡൊമെയിൻ എന്ന് പറയുന്നതും ഈ പറഞ്ഞ പോലെ എക്സിന് ഒരു സ്പെസിഫിക് സെറ്റ് ഓഫ് വാല്യൂസ് എടുക്കാൻ പറ്റും, പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് കൺസിഡർ ചെയ്യാൻ പറ്റും. സോ ആ എഫിൻ്റെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫംഗ്ഷൻ്റെ ഡൊമെയിനിൽ തന്നെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു പോയിന്റ്, ഒന്നെങ്കിൽ അത് എൻ പോയിന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഇൻസൈഡ് ഇന്റീരിയർ പോയിന്റ് ആയിരിക്കും. ക്ലിയർ ആയല്ലോ? അപ്പോൾ അങ്ങനെയാണ് സി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഡെഫിനിഷനിൽ. സി എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പർ ആണ്, ഒന്നെങ്കിൽ നമ്മുടെ എഫിൻ്റെ ഡൊമൈനിൻ്റെ ഇന്റീരിയർ ആയിട്ടുള്ള പോയിന്റ് ആണ്, അല്ലെങ്കിൽ എൻ പോയിന്റ് ആണ്. ഓക്കെ, ഓഫ് എൻ ഇന്റർവെൽ ഇൻ ഡൊമൈൻ ഓഫ് എഫ്. എഫിൽ ഇപ്പോൾ ഒരുപാട് വാല്യൂസ്, ഡൊമൈൻ ഓഫ് എഫിൽ കുറേ വാല്യൂസ് ഉണ്ടാവും, അതിലൊരു സ്പെസിഫിക് ഇന്റർവെല്ലിൽ ഒന്നെങ്കിൽ ഇന്റീരിയർ വാല്യൂ അല്ലെങ്കിൽ ആ എൻ പോയിന്റ് തന്നെ ആയിരിക്കാം ഈ പറയുന്ന സി. ഓക്കെ, ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഡെഫിനിഷൻ പറയാൻ പോകുന്നത്. ദ ഫംഗ്ഷൻ എഫ് ഇസ് കണ്ടിന്യൂസ് എറ്റ് സി. അപ്പോൾ ഒരു ഫംഗ്ഷൻ എപ്പോഴാണ് ഈ പറയുന്ന പോയിന്റ് സി എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണെന്ന് പറയാൻ പറ്റുക? ഇഫ് ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു സി എഫ് ഓഫ് എക്സ് ഇസ് എഫ് ഓഫ് സി. മനസ്സിലായല്ലോ? എപ്പോഴാണ് സി എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവുന്നത്? ഇഫ് വി അപ്ലൈ ദ ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു സി എഫ് ഓഫ് എക്സ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് എഫ് ഓഫ് സി കിട്ടും. മനസ്സിലായല്ലോ? എക്സ് സിയിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്തായിട്ടാണ് നമുക്ക് കിട്ടുക? എഫ് ഓഫ് സി ആയിട്ടാണ് കിട്ടുക. ഈ എഫ് ഓഫ് സി പറഞ്ഞാൽ എന്താ? എക്സിൽ സി കൊടുക്കുമ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ കിട്ടില്ല, അത് തന്നെയല്ലേ എഫ് ഓഫ് സി എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ എക്സ് അപ്രോച്ച് സി, എഫ് ഓഫ് എക്സ് പറയുന്നത് എന്തായിരിക്കും? എഫ് ഓഫ് സി ആയിരിക്കും. നെക്സ്റ്റ്, ദ ഫംഗ്ഷൻ ഇസ് റൈറ്റ് കണ്ടിന്യൂസ് അറ്റ് സി. നമ്മൾ നേരത്തെ റൈറ്റ് ഹാൻഡ് ലിമിറ്റും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും പറഞ്ഞ പോലെ തന്നെ ഇവിടെ റൈറ്റ് കണ്ടിന്യൂസും ലെഫ്റ്റ് കണ്ടിന്യൂസും ആ അപ്രോച്ചും, റൈറ്റ് എന്നുള്ള അപ്രോച്ചും ലെഫ്റ്റ് എന്നുള്ള അപ്രോച്ചും ആണ് പറയുന്നത്. സപ്പോസ് റൈറ്റ് എന്നുള്ള അപ്രോച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സി പ്ലസ് എന്നുള്ള വാല്യൂ കൺസിഡർ ചെയ്യും. ഓക്കെ, അതുപോലെ അതായത് എബവ് സി, ഗ്രേറ്റർ ദാൻ സി ആയിട്ടുള്ള വാല്യൂസ്. അതുപോലെ ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ സി മൈനസ് ലെസ് ദാൻ സി ആയിട്ടുള്ള വാല്യൂസ്. അപ്പോൾ ദ ഫംഗ്ഷൻ ഇസ് റൈറ്റ് കണ്ടിന്യൂസ് അറ്റ് സി, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഫ്രം റൈറ്റ്, അതാണ് റൈറ്റ് കണ്ടിന്യൂസ് ഉദ്ദേശിക്കുന്നത്. ഇഫ് ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു സി പ്ലസ് എഫ് ഓഫ് എക്സ് ഇസ് എഫ് ഓഫ് സി. അഗെയിൻ നമ്മൾ എക്സ് എന്ന് പറയുന്നത് വെൻ ഇറ്റ് അപ്രോച്ചസ് ടു സി പ്ലസ്, സി പ്ലസ് എന്ന് പറയുന്നത് എന്താ? ഗ്രേറ്റർ ദാൻ സി വാല്യൂസ്, അല്ലേ? അപ്പോൾ ജസ്റ്റ് സിക്ക് ഗ്രേറ്റർ ആയിട്ടുള്ള വാല്യൂവിലേക്ക് എക്സ് അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ലിമിറ്റ് വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് എന്തായിരിക്കും? എഫ് ഓഫ് സി ആയിട്ട് തന്നെ കിട്ടും. അതുപോലെ ലെഫ്റ്റ് കണ്ടിന്യൂസ് പറഞ്ഞൂടെ? അതായത് സി എന്ന് പറയുന്ന പെർട്ടിക്കുലർ പോയിന്റിൽ ലെഫ്റ്റ് കണ്ടിന്യൂസ് ആണ്, അല്ലെങ്കിൽ ഇറ്റ് ഇസ് കണ്ടിന്യൂസ് ഫ്രം ലെഫ്റ്റ് എന്ന് എപ്പോഴാണ് പറയാൻ പറ്റുക? when the limit extends to c minus f of x is f of c itself. അപ്പോൾ നമുക്ക് ലെഫ്റ്റും റൈറ്റും കണ്ടിന്യൂസ് ആയിട്ടുള്ള നമ്മൾ ലിമിറ്റ്സ് അപ്ലൈ ചെയ്തപ്പോൾ എഫ് ഓഫ് സി കിട്ടി. ഓക്കെ, പിന്നെ എക്സ്റ്റെൻസ് ടു സി കൊടുത്തപ്പോഴും നമുക്ക് ആ ഫംഗ്ഷന്റെ വാല്യൂ എന്തായിട്ട് കിട്ടി? എഫ് ഓഫ് സി ആയിട്ട് കിട്ടി. അപ്പോൾ ശ്രദ്ധിക്കണം, കണ്ടിന്യൂറ്റിക്ക് അപ്പോൾ എന്തെല്ലാം കണ്ടീഷൻസ് ആണ് വേണ്ടത് എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞത്. സോ ഇതിനെ ഏറ്റവും സിംപ്ലിഫൈഡ് ഫോമിൽ ഇവിടെ ഒരു ഗ്രാഫിന്റെ ഫോമിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആവും. അതായത് y is equal to f of x എന്ന് പറയുന്ന ഫംഗ്ഷൻ, അതിന്റെ ഗ്രാഫ് കർവ് ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ഒരു 3 പോയിന്റ്സ് മെൻഷൻ ചെയ്തിട്ടുണ്ട്, എ, സി ആൻഡ് ബി, അല്ലെ? അപ്പോൾ കറക്റ്റ് ആയിട്ട് ആ സി എന്ന് പറയുന്ന പോയിന്റിലാണ് നമ്മൾ ഈ ലിമിറ്റ് എല്ലാം പറയുന്നത്. ഇനി രണ്ട് ലിമിറ്റ്സ് നമ്മൾ പറഞ്ഞു, രണ്ട് കണ്ടിന്യൂറ്റി നമ്മൾ പറഞ്ഞു, കണ്ടിന്യൂറ്റി ഫ്രം റൈറ്റും കണ്ടിന്യൂറ്റി ഫ്രം ലെഫ്റ്റും. ഓക്കെ, അപ്പോൾ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് ഇന്റർവെൽ എ കൊമ ബിയിൽ കണ്ടിന്യൂസ് ആണെന്ന് എപ്പോഴാണ് പറയാൻ പറ്റുക? ഇഫ് ഇറ്റ് ഇസ് റൈറ്റ് കണ്ടിന്യൂസ് അറ്റ് എ, അതായത് റൈറ്റ് കണ്ടിന്യൂസ് നമ്മൾ പറഞ്ഞു അപ്രോച്ചിങ് ഫ്രം റൈറ്റ് ആണല്ലോ, അപ്പോൾ റൈറ്റ് കണ്ടിന്യൂസ് അറ്റ് എ, അതുപോലെ ലെഫ്റ്റ് കണ്ടിന്യൂസ് അറ്റ് ബി. ഓക്കെ, ലെഫ്റ്റ് എന്നുള്ള അപ്രോച്ച്, അപ്പോൾ ലെഫ്റ്റ് കണ്ടിന്യൂസ് അറ്റ് ബി. പിന്നെ അത് മാത്രമല്ല ഇറ്റ് ഇസ് കണ്ടിന്യൂസ് അറ്റ് ഓൾ ഇന്റീരിയർ പോയിന്റ്സ് ഓഫ് ദ ഇന്റർവെൽ. നമ്മൾ ഏത് ഇന്റർവെൽ ആണോ കൺസിഡർ ചെയ്യണത് അതിലെ എല്ലാ ഇന്റീരിയർ പോയിന്റ്സിലും നമ്മുടെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കണം, എങ്കിൽ മാത്രമേ ഈ എൻറ്റയർ ഇന്റർവെല്ലിൽ, ഈ ക്ലോസ്ഡ് ഇന്റർവെല്ലിൽ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു കണ്ടിന്യൂറ്റി ടെസ്റ്റിൽ ഫോളോ ചെയ്യേണ്ട ജസ്റ്റ് സ്റ്റെപ്സ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ, എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് കണ്ടിന്യൂസ് അറ്റ് എ പോയിന്റ് എക്സ് ഈക്വൽ ടു സി ഇഫ് ആൻഡ് ഓൺലി ഇഫ്
അപ്പോൾ എക്സ് ഈക്വൽ ടു സി എന്ന് പറയുന്ന പെർട്ടിക്കുലർ പോയിന്റിൽ നമ്മുടെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് എപ്പോഴാണ് പറയാൻ പറ്റുക? ഈ മൂന്ന് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യണം. ഫസ്റ്റ് ഓഫ് ഓൾ എഫ് ഓഫ് സി മസ്റ്റ് എക്സിസ്റ്റ്. എഫ് ഓഫ് സി എന്ന് പറയുന്ന വാല്യൂ ഓക്കെ അത് എക്സിസ്റ്റ് ചെയ്യണം. അവിടെ സി എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു എഫിന്റെ ഡൊമൈനിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള വാല്യൂ ആണ്. അത് ഒന്നെങ്കിൽ ഇന്റീരിയർ പോയിന്റ് ആയിരിക്കാം അല്ലെങ്കിൽ ഇതേപോലെ എൻഡ് എക്സ്ട്രീം വാല്യൂ ആയിരിക്കാം. ദെൻ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യണം. ഓക്കെ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ആ പെർട്ടിക്കുലർ ലിമിറ്റ് വാല്യൂ എക്സിസ്റ്റ് ചെയ്യണം. അപ്പോൾ എപ്പോഴാണ് എഫിന് ലിമിറ്റ് ഉള്ളത്? എക്സ് സിയിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ. അപ്പോൾ ഈ ലിമിറ്റും ഈ ലിമിറ്റ് വാല്യൂ എക്സിസ്റ്റ് ചെയ്യണം. നെക്സ്റ്റ് വൺ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് സി ആയിരിക്കണം. അതായത് ഫസ്റ്റ് ടു ടേംസ് മനസ്സിലായോ? അത് രണ്ടും ഈക്വൽ ആയിരിക്കണം. ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സും എഫ് ഓഫ് സിയും ഈ രണ്ട് വാല്യൂസും ഈക്വൽ ആയിരിക്കണം. അതായത് ഫംഗ്ഷൻ വാല്യൂ ആണ് നമുക്ക് കിട്ടേണ്ടത്. ക്ലിയർ ആയല്ലോ? ഈ എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഫംഗ്ഷൻ ഇസ് കണ്ടിന്യൂസ് അറ്റ് എ പർട്ടിക്കുലർ പോയിന്റ് സി. ഓക്കെ ആ സി എന്ന് പറയുന്നത് എഫിന്റെ ഡൊമൈനിലുള്ള പോയിന്റ് ആണ്. നെക്സ്റ്റ് ഇതിനെ ബേസ് ചെയ്തിട്ട് നോട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇഫ് എഫ് ഇസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് സി. ഇപ്പൊ നമ്മൾ ഇത്രയും നേരം കണ്ടിന്യൂറ്റി ആണ് പറഞ്ഞത്. സപ്പോസ് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ സി എന്ന് പറയുന്ന പെർട്ടിക്കുലർ പോയിന്റിൽ നമ്മുടെ ഫംഗ്ഷന് ഡിസ്ട്രപ്ഷൻസ് ഉണ്ട്. ഓക്കെ ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ട്. അതാണ് ആ ടേമിൽ തന്നെ ഉണ്ട്. അതായത് കണ്ടിന്യൂസ് അല്ല വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ പോയിന്റിനെയാണ് നമ്മൾ പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? സപ്പോസ് സി എന്ന് പറയുന്ന പെർട്ടിക്കുലർ പോയിന്റിൽ നമ്മുടെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല, നോട്ട് കണ്ടിന്യൂസ് ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ദ ഫംഗ്ഷൻ ഇസ് സെഡ് ടു ബി ഡിസ്കണ്ടിന്യൂസ് അറ്റ് സി. ഓക്കെ സി എന്ന് പറയുന്ന പോയിന്റിൽ നമ്മുടെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല, ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് ഡിസ്കണ്ടിന്യൂസ്. അത് മാത്രമല്ല പോയിന്റിനെ പറയുന്നതാണ് പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി. പിന്നെ എവറി പോളിനോമിയൽ പി ഓഫ് എക്സ് ഇസ് കണ്ടിന്യൂസ് ബിക്കോസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു സി പി ഓഫ് എക്സ് എന്തായിരിക്കും? പി ഓഫ് സി ആയിരിക്കും. ഓക്കെ അപ്പോൾ ഇത് നമുക്ക് ഇതേപോലെ ഓരോ പ്രോബ്ലംസ് വരുമ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഓരോ കാര്യങ്ങളാണ്. അതായത് ഏതൊരു പോളിനോമിയൽ എടുത്ത് നോക്കിയാലും അത് കണ്ടിന്യൂസ് ആയിരിക്കും. കാരണം എന്താ? നമ്മളിപ്പോൾ ഈ ലിമിറ്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു സി പി ഓഫ് എക്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തായാലും അത് പി ഓഫ് സി ആയിട്ടാണ് കിട്ടുക അല്ലേ? പി ഓഫ് എക്സിൽ എക്സ് അപ്രോച്ചസ് ടു സി ആണെങ്കിൽ നമുക്ക് പി ഓഫ് സി ആണ് എന്തായാലും കിട്ടുക. അപ്പോൾ അതെന്തായാലും കണ്ടിന്യൂസ് ആയതുകൊണ്ട് നമുക്ക് ഏതൊരു പോളിനോമിയലും കണ്ടിന്യൂസ് ആണെന്ന് പറയാൻ പറ്റും. നെക്സ്റ്റ് ഇഫ് പി ഓഫ് എക്സ് ആൻഡ് ക്യൂ ഓഫ് എക്സ് ആർ പോളിനോമിയൽസ്. ഇപ്പോൾ റാഷണൽ ഫംഗ്ഷൻസിന്റെ കേസ് പറയുകയാണെങ്കിൽ പി ഓഫ് എക്സും ക്യൂ ഓഫ് എക്സും പോളിനോമിയൽസ് ആണ്. അപ്പോൾ പി ഓഫ് എക്സ് ബൈ ക്യൂ ഓഫ് എക്സ് റാഷണൽ ഫംഗ്ഷൻ ആണ് അല്ലേ? അപ്പോൾ അതും കണ്ടിന്യൂസ് ആയിരിക്കില്ലേ? കാരണം പി ഓഫ് എക്സും ക്യൂ ഓഫ് എക്സും പോളിനോമിയൽസ് ആണ്. പോളിനോമിയൽസ് കണ്ടിന്യൂസ് ആണ് നമ്മൾ ഇപ്പോൾ തന്നെ പറഞ്ഞു. അപ്പോൾ അവരുടെ ഫ്രാക്ഷനും കണ്ടിന്യൂസ് ആയിരിക്കും. ക്ലിയർ ആയല്ലോ? ഇനി പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താ? ക്യൂ ഓഫ് എക്സ് എന്ന് പറയുന്നത് അതായത് ക്യൂ ഓഫ് സി എക്സ് ടെൻസ് ടു സി ആവുമ്പോൾ ക്യൂ ഓഫ് സി ആയിരിക്കും അത് അല്ലേ? ക്യൂ ഓഫ് സിയുടെ വാല്യൂ എന്തായിരിക്കണം? 0 ആവാൻ പാടില്ല. കാരണം അത് ഡിനോമിനേറ്ററിൽ വരുന്ന ടേം ആണ് അല്ലേ? അപ്പോൾ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. സോ നമ്മൾ പറഞ്ഞു പോളിനോമിയൽ ഫംഗ്ഷൻസ് കണ്ടിന്യൂസ് ആണ്. കാരണം ലിമിറ്റ് എക്സ് ടെൻസ് ടു സി പി ഓഫ് എക്സ് പി ഓഫ് സി ആയിട്ടാണ് നമുക്ക് കിട്ടുക. ഓക്കെ അപ്പോൾ കണ്ടിന്യൂസ് വാല്യൂ ആണ് കിട്ടുക. ഇനി പി ഓഫ് എക്സ് ബൈ ക്യൂ ഓഫ് എക്സ് റാഷണൽ ഫംഗ്ഷൻ ആണ്. അപ്പോൾ പി ഓഫ് എക്സും കണ്ടിന്യൂസ് ആണ്, ക്യൂ ഓഫ് എക്സും കണ്ടിന്യൂസ് ആണ്. അപ്പോൾ അതിൻ്റെ ഫ്രാക്ഷൻ അല്ലെങ്കിൽ റാഷണൽ ഫോം അതെന്തായാലും കണ്ടിന്യൂസ് ആയിരിക്കും. ക്ലിയർ ആയല്ലോ? പ്രൊവൈഡഡ് ക്യൂ ഓഫ് സി എന്ന് പറയുന്ന വാല്യൂ ഡിനോമിനേറ്ററിൽ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കിട്ടുന്ന ക്യൂ ഓഫ് സിയിലെ അത് 0 ആവാൻ പാടില്ല. ഓക്കെ എങ്കിൽ മാത്രമേ അത് എക്സിസ്റ്റ് ചെയ്യുള്ളൂ, കണ്ടിന്യൂസ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഡിറ്റർമിൻ വെദർ ദ ഫോളോയിങ് ഫംഗ്ഷൻ ഇസ് കണ്ടിന്യൂസ് ഓർ നോട്ട് അറ്റ് എക്സ് ഈക്വൽ ടു -6 എക്സ് ഈക്വൽ ടു 1. അപ്പോൾ എക്സ് ഈക്വൽ ടു -6ലും എക്സ് ഈക്വൽ ടു 1ലും ഈ രണ്ട് പോയിന്റ്സിലും അപ്പോൾ സ്പെസിഫിക് ആയിട്ടുള്ള പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട്. അവിടെ കണ്ടിന്യൂസ് ആണോ അല്ലയോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ജി ഓഫ് എക്സ് ഈക്വൽ ടു ഇപ്പോൾ ഡിഫറെൻറ്റ് വാല്യൂസ് തന്നിട്ടുണ്ട്. എക്സിൻ്റെ ഓരോ വാല്യൂസിനനുസരിച്ച് ജി ഓഫ് എക്സിൻ്റെ ഡിഫറെൻറ്റ് വാല്യൂസും തന്നിട്ടുണ്ട്. ഓക്കെ അപ്പോൾ എക്സ് ലെസ് ദാൻ -6 ആയിരിക്കുമ്പോൾ 1 - 3x, എക്സ് ഈക്വൽ ടു -6 ആയിരിക്കുമ്പോൾ 7, -6 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1ൽ x3, x ഈക്വൽ ടു 1ൽ 1 ആൻഡ് എക്സ് ഗ്രേറ്റർ ദാൻ 1ൽ 2 - x. ഇങ്ങനെയാണ് ഈ ഫംഗ്ഷൻ്റെ വാല്യൂസ് തന്നിരിക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഫസ്റ്റ് കേസിൽ നമുക്ക് എക്സ് ഈക്വൽ ടു -6ൽ കണ്ടിന്യൂസ് ആണോ ചെക്ക് ചെയ്യണം. ഓക്കെ അപ്പോൾ എക്സ് ഈക്വൽ ടു -6 കണ്ടിന്യൂസ് ആണെങ്കിൽ നമ്മൾ ഇതേപോലെ ലെഫ്റ്റ് കണ്ടിന്യൂസും റൈറ്റ് കണ്ടിന്യൂസും നമുക്ക് സെപ്പറേറ്റ് എടുത്ത് നോക്കാം. സോ
സോ ലെഫ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ -6 റേസ് ടു മൈനസ്, ഓക്കെ അതല്ലേ, അതായത് -6ന് ലെസ്സർ ആയിട്ടുള്ള വാല്യൂസ്. അപ്പോൾ അത് എക്സ് അപ്രോച്ചസ് ടു -6 മൈനസ് അങ്ങനെയാണെങ്കിൽ ജി ഓഫ് എക്സിലേക്ക് ഈ ലിമിറ്റ് അപ്ലൈ ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? കാരണം ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 - 3x ആണ് ഫോർ എക്സ് ലെസ് ദാൻ -6. മനസ്സിലായോ? അപ്പൊ -6 മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? -6ന് ലെസ്സർ ആയിട്ടുള്ള വാല്യൂസ്, എക്സിന്റെ ഇത് എക്സ് ലെസ് ദാൻ -6 ആയിട്ടുള്ള വാല്യൂസ്. സോ എക്സ് -6 മൈനസിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ, അതായത് എക്സ് ലെസ് ദാൻ -6ലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ ജി ഓഫ് എക്സിന്റെ വാല്യൂ, ആ ഫംഗ്ഷന്റെ വാല്യൂ എന്താ? 1 - 3x ആണ്. അപ്പൊ അതാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ക്ലിയർ ആയല്ലോ? നമുക്ക് ഓരോ വാല്യൂസിലും എക്സിനനുസരിച്ച് നമുക്ക് ഡിഫറെന്റ് ജി ഓഫ് എക്സ് വാല്യൂസ് തന്നിട്ടുണ്ട്. അതാദ്യം നിങ്ങൾ ഇന്റർവെൽസ് അനുസരിച്ച് മനസ്സിലാക്കണം. അപ്പോൾ -6 മൈനസ് ആയതുകൊണ്ട് -6നേക്കാളും ലെസ് ആണെന്ന് നമുക്ക് മനസ്സിലായി. അവിടെ നമ്മുടെ ജി ഓഫ് എക്സിന്റെ വാല്യൂ എന്താ? 1 - 3x ആണ്. അപ്പോൾ അതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. സോ ഇവിടെ എക്സിന് ആ ലിമിറ്റ് കൊടുക്കുക, -6 എന്നുള്ള വാല്യൂ കൊടുക്കുക. ഓക്കെ, എക്സിന് -6 എന്നുള്ള വാല്യൂ കൊടുക്കുക. അപ്പോൾ നമുക്ക് 19 ആണ് ആൻസർ കിട്ടുക. 1 - 3 × -6, ഈ മൈനസ് മൈനസ് പ്ലസ് ആവും, 1 + 18 കിട്ടും, ദാറ്റ് ഈസ് 19. നെക്സ്റ്റ് ഇതുപോലെ ഇതിപ്പോൾ നമ്മൾ ലെഫ്റ്റ് കണ്ടിന്യൂസ് ആണ് ചെക്ക് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തത് റൈറ്റ് കണ്ടിന്യൂസ് ചെക്ക് ചെയ്യാം. അപ്പം അതിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു -6 പ്ലസ് ആണ് എടുക്കേണ്ടത്. മനസ്സിലായല്ലോ? ജി ഓഫ് എക്സ്, അതായത് എക്സ് ഗ്രേറ്റർ ദാൻ -6. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ -6 എന്ന് പറയുമ്പോൾ ഓൾറെഡി ക്വസ്റ്റ്യനിൽ x³ ആണ് തന്നിരിക്കുന്നത്. സോ റീപ്ലേസ് ജി ഓഫ് എക്സ് ബൈ x³. ക്ലിയർ ആയല്ലോ? എന്നിട്ട് ഈ എക്സിന് നമ്മൾ -6 ലിമിറ്റ് കൊടുക്കുക. അപ്പോൾ നമുക്ക് -216 കിട്ടും. മൈനസിന്റെ ക്യൂബ് മൈനസ് ആണ്, 6³ 216 ആണ്. സോ -216. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത് നോക്കിയാൽ തന്നെ അറിയാം നമുക്ക് ലെഫ്റ്റ് കണ്ടിന്യൂസിൽ ഒരു വാല്യൂ, റൈറ്റ് കണ്ടിന്യൂസിൽ വേറൊരു വാല്യൂ ആണ് കിട്ടിയത്. ലിമിറ്റ് വാല്യൂസ് വേറെ വേറെയാണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് ആ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും നമുക്ക് ഇതുപോലെ സെപ്പറേറ്റ് ആയി ഇൻഡിവിജ്വൽ ആയിട്ട് ചെക്ക് ചെയ്തു. നമ്മൾ കണ്ടിന്യൂറ്റി ടെസ്റ്റ് ആണ് ചെയ്തത്. അപ്പോൾ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് വാല്യൂസ് ആണ് കിട്ടിയത്, അതായത് നോട്ട് ഈക്വൽ ടു അല്ലേ കിട്ടിയത്. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു -6 മൈനസ് ജി ഓഫ് എക്സ് ഇസ് നോട്ട് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു -6 പ്ലസ് ജി ഓഫ് എക്സ്. മനസ്സിലായി? ഇനി അത് മാത്രമല്ല, അപ്പം അത് കാരണം നമുക്ക് രണ്ട് ലിമിറ്റ്സും ഈക്വൽ അല്ല. അപ്പോൾ എന്ത് പറയാൻ പറ്റും? ലിമിറ്റ് എക്സ് ടെൻസ് ടു -6 ജി ഓഫ് എക്സ് എന്താണ്? എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ക്ലിയർ ആയല്ലോ അല്ലെ? ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല കാരണം ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടാണ് കിട്ടിയത്, ഈക്വൽ ആയിട്ട് കിട്ടിയില്ല. ഹെൻസ് ദ ലിമിറ്റ് എക്സ് ടെൻസ് ടു -6 ജി ഓഫ് എക്സ് ഡസ് നോട്ട് എക്സിസ്റ്റ്. അപ്പോൾ അതിന്റെ മീനിങ് എന്താ? ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാത്തത് കൊണ്ട് ഇത് കണ്ടിന്യൂറ്റി ടെസ്റ്റിൽ ഒരു റൂൾ അല്ലേ നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, അത് കിട്ടിയാലേ നമുക്ക് കണ്ടിന്യൂസ് ആ പറയാൻ പറ്റും. അപ്പോൾ ഹെൻസ് ജി ഓഫ് എക്സ് is not continuous at x equal to -6. നെക്സ്റ്റ് നമ്മൾ എക്സ് ടെൻസ് ടു 1, അതായത് എക്സ് ഈക്വൽ ടു 1 അടുത്തത് കണ്ടിന്യൂസ് ആണോ അല്ലയോ ചെക്ക് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ലിമിറ്റ്സ് ഏതൊക്കെ കൊടുക്കണം? എക്സ് ടെൻസ് ടു 1 മൈനസും എക്സ് ടെൻസ് ടു 1 പ്ലസും, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും കൊടുക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1ന് ലെസ് ആയിട്ടുള്ള ജി ഓഫ് എക്സ്, അതായത് എക്സ് ലെസ് ദാൻ 1ല് ജി ഓഫ് എക്സിന്റെ വാല്യൂ അത് x³ ആണ് അല്ലേ? അപ്പോൾ എക്സിന് 1 എന്നുള്ള ലിമിറ്റ് കൊടുക്കുക. അപ്പോൾ 1³ which is equal to 1 കിട്ടും. നെക്സ്റ്റ് നമ്മൾ എക്സ് ടെൻസ് ടു 1 പ്ലസ് കൊടുക്കാം. എക്സ് ടെൻസ് ടു 1 പ്ലസ് എന്ന് പറയുമ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 1ല് ഫംഗ്ഷന്റെ വാല്യൂ എന്താ? ക്വസ്റ്റ്യനിലുണ്ട് 2 - x ആണ്. അപ്പോൾ ജി ഓഫ് എക്സിന് 2 - x കൊടുക്കുക. മനസ്സിലായല്ലോ? എന്നിട്ട് ആ എക്സിന് 1 എന്നുള്ള വാല്യൂ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അപ്പോൾ 2 - 1 = 1 കിട്ടും. സോ നമുക്ക് ഈ രണ്ട് ലിമിറ്റ് വാല്യൂസും ഈക്വൽ ടു കിട്ടി അല്ലേ? രണ്ടും സെയിം വാല്യൂ, അതും ഈക്വൽ ടു 1 എന്ന് കിട്ടി. Therefore limit x tends to 1 g of x exist എന്ന് മനസ്സിലായി അല്ലേ? നമുക്ക് x tends to 1 g of x exist ഉണ്ട്. കാരണം എന്താ? ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും സെയിം ആണ്, which is equal to 1. ഇനി നമുക്ക് g of c ആണ് കാണേണ്ടത്. അതും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. x 1 ആയിരിക്കുമ്പോൾ നമുക്ക് വാല്യൂ എന്താ തന്നിരിക്കുന്നത്? g of x ന്റെ 1 ആയിട്ടാണ് തന്നിരിക്കുന്നത്. അതായത് x 1 പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ സെക്കൻഡ് കേസിൽ c യുടെ വാല്യൂ 1 അല്ലേ? മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഇവിടെ g of c എന്ന് പറയുന്നത് അല്ലെ, g of c എന്ന് പറയുന്നത് c 1 ആയതുകൊണ്ട് ക്വസ്റ്റ്യനിലും ഓൾറെഡി x 1 ആയിരിക്കുമ്പോൾ നമ്മുടെ g of x ന്റെ വാല്യൂ 1 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ദാറ്റ് മീൻസ് c ഇവിടെ നമ്മുടെ 1 ആണ്. അപ്പോൾ g of 1 നമുക്ക് എന്ത് കിട്ടും? 1 ആയിട്ട് കിട്ടി. മനസ്സിലായല്ലോ?
So g of 1 is equal to 1. കൺഫ്യൂസ്ഡ് ആവണ്ട, ജസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എക്സ് ഈക്വൽ ടു 1ൽ ജി ഓഫ് എക്സിന്റെ വാല്യൂ 1 ആണ്. ഇനി നമുക്ക് ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആണ് നമ്മൾ പ്രൂവ് ചെയ്തു അല്ലേ, നമുക്ക് അങ്ങനെ കിട്ടി. ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും 1 ആണ്, അത് രണ്ടും ഈക്വൽ ആയിട്ടാണ് കിട്ടിയത്. അപ്പോൾ അടുത്തത് നമുക്ക് കണ്ടുപിടിക്കുന്നത് ജി ഓഫ് സി ആണ്. അപ്പോൾ ജി ഓഫ് സി കണ്ടുപിടിക്കണമെങ്കിൽ നമ്മുടെ കേസിൽ സി എന്ന് പറയുന്നത് എന്താ 1 ആണ്. സെക്കൻഡ് കേസ് ആണ് കേട്ടോ, ഫസ്റ്റിൽ -6 ആയിരുന്നു, ഇവിടെ സി 1 ആണ്. അപ്പോൾ ജി ഓഫ് 1 നമുക്ക് കണ്ടുപിടിക്കണം. ഈ ജി ഓഫ് 1 എങ്ങനെ കണ്ടുപിടിക്കാം? ക്വസ്റ്റ്യനിൽ ഓൾറെഡി എക്സ് ഈക്വൽ ടു 1, അതായത് ജി ഓഫ് 1 പറഞ്ഞാൽ എക്സിന് 1 കൊടുക്കുമ്പോഴല്ലേ, എക്സ് ഈക്വൽ ടു 1 ആയിരിക്കുമ്പോൾ ജി ഓഫ് എക്സ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 1 ആണ്. അപ്പോൾ നമുക്ക് ജി ഓഫ് 1ന്റെ വാല്യൂ എന്ത് കിട്ടി? 1 കിട്ടി. അതാണ് ജി ഓഫ് 1 ഈക്വൽ ടു 1 എന്ന് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഹെൻസ് നമുക്ക് ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 1 ജി ഓഫ് എക്സ് എന്തായിട്ട് കിട്ടി? ജി ഓഫ് 1 ആയിട്ട് തന്നെ കിട്ടിയില്ലേ? ഇവിടെ നോക്കിയാൽ അറിയാം, ലെഫ്റ്റ് ലിമിറ്റ് ഈക്വൽ ടു റൈറ്റ് ലിമിറ്റ്, അത് വാല്യൂ എന്താ കിട്ടിയേ? 1. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 1 ജി ഓഫ് എക്സിന്റെ വാല്യൂ 1 ഓൾറെഡി നമുക്ക് കിട്ടി. ഇനി ജി ഓഫ് സി, അതായത് ജി ഓഫ് 1 നമുക്ക് 1 ആയിട്ട് കിട്ടി. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആയിട്ട് കിട്ടിയില്ലേ? അപ്പോൾ കണ്ടിന്യൂറ്റി ടെസ്റ്റിന്റെ എല്ലാ റൂൾസും നമ്മൾ കറക്റ്റ് ആയിട്ട് കിട്ടി. സോ the function is continuous at x equal to 1. Okay, thank you.